ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ 8th ലവ് ആനിവേഴ്സറി ആണ്. അതായത് ഒരു 8 ഇയേഴ്സ് മുന്നേ 16th ജൂൺ 6th നമ്മൾ നമ്മുടെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ. എനിക്കിതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ഓർത്തൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ സ്വാതിച്ചൂന് ഇത് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാര്യം ഇന്നാണ് ദിവസം എന്നുള്ള കാര്യമൊക്കെ ആൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇന്നാണ് ജൂൺ 6th എന്നുള്ളത് ഓർക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഞാൻ ജൂൺ 5th കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റ് ജൂൺ 6th ഇത് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഫിഷ് മോളി, അത് എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്. പക്ഷെ ഞാൻ എൻ്റേതായ കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് അത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കേക്കില്ലാണ്ടൊരു പരിപാടി നമുക്കില്ല. ഭയങ്കര ആശുപൂഷ് കേക്കൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. ഒരു കുഞ്ഞായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യൂട്ട് കേക്ക് വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ സ്വാതിച്ചു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കടയിൽ പോയി നോക്കിയിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാം. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി, അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ തമ്മിൽ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. കൊടുത്താൽ സന്തോഷം, കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ളൂ. അതുപോലെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു, ആദ്യം ഓർത്തില്ല, എനിക്ക് തന്നില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും നമ്മൾ തമ്മിലില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ ആ ഒരു മൊമെൻറ്റ് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കിയാൽ മതി, മറ്റാളുകൾ അതിൽ ജോയിൻ ചെയ്ത് ഹാപ്പി ആയിക്കോളും. അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് നമുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ലുലുവിലാണ് പോണത്. ലുലുവിലാകുമ്പോൾ നമുക്ക് ഫിഷും എല്ലാ ഐറ്റംസും അവിടെ തന്നെ കിട്ടും. ബാക്കി ഷോപ്സിലും കിട്ടും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അയല ഫിഷാണ് ഉദ്ദേശിക്കുന്നത്. ലുലുവിൽ കിട്ടും. ചില ഷോപ്സിൽ ഇപ്പോൾ അത് കിട്ടാറില്ല, പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലുലു പോയി നോക്കാം. പിന്നെ ഡ്രസ്സ് ഞാൻ മാക്സിൽ ആക്ച്വലി ഒരു ഡ്രസ്സ് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. എനിക്ക് മേടിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കുറച്ചൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്രയ്ക്കൊരു ബഡ്ജറ്റ് കഴിയില്ല. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് എന്താ ഇപ്പോൾ തോന്നുന്നത് അതനുസരിച്ച് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ സ്വാതി വർക്ക് ചെയ്യുന്നിടത്ത് പോയായിരുന്നു. അപ്പോൾ ആൾക്ക് ഒരു ഐഡിയ ഇല്ല നാളെയാണ് ജൂൺ 6th എന്നുള്ളത്. അപ്പോൾ എന്താണ് ആളെ നന്നായിട്ട് സർപ്രൈസ് ചെയ്യാം. ലുലുവിൽ ഒരുപാട് കേക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതുപോലത്തെ കേക്ക്, അതായത് റൗണ്ട് കേക്കിൽ വാനില, ബദാം അങ്ങനത്തെ ഏതെങ്കിലും ഫ്ലേവർ വാങ്ങിക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവർ ചതിച്ചു ഗൈസ്. അതിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നോർമലി 6 dirhams ഉണ്ടാവാറുള്ളായിരുന്നു. ഇത് 11-12 ഒക്കെ അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതേപോലുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്കും പേസ്ട്രീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചീസ് കേക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പേസ്ട്രിന്ന് ഒരു പേസ്ട്രിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് കണ്ടോ, ഇത് മിൽക്ക് കേക്കാണ്. പല ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രോബെറി, മാംഗോ, ഓറിയോ, കോഫി, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതായത് ഇതുപോലത്തെ മഫിൻസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരെണ്ണം നോക്കി വെച്ചു. അതിനുശേഷം ഞാൻ പോയി അപ്പത്തിൻ്റെ മാവ് എടുത്തു. നെല്ലറയുടെ മാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അയല മീൻ എടുത്തു. അപ്പോൾ ഞാൻ തന്നെ 2 സെലക്ട് ചെയ്ത് എടുത്തു കൊടുത്തു. അപ്പോൾ അവർ ക്ലീൻ ചെയ്ത് വെട്ടിത്തരും കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ സ്വാതിച്ച് വർക്ക് ചെയ്യുന്നിടത്ത് പോയായിരുന്നു കേട്ടോ. അപ്പോൾ സ്വാതിച്ചിന് ഒരു ഐഡിയ ഇല്ല നാളെയാണ് ജൂൺ 6th എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒക്കെ ഇട്ട് നോക്കി, പക്ഷേ ആൾക്ക് ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നന്നായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യാം. അപ്പോൾ എനിക്ക് പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അടിപൊളി. മാക്സ് അടച്ചിട്ടിരിക്കുകയാണ് ഗായ്സ്. ഹലോ, മാക്സ് ക്ലോസ് ആയിപ്പോയി ഗായ്സ്. 10 മണി വരെ ഉള്ളെന്ന് തോന്നുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ R&B ആണ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം സിമിലർ സാധനം കിട്ടുമോ നോക്കി. ഹലോ ഗായ്സ്, R&B നമ്മൾ ഉദ്ദേശിച്ചിട്ടും കിട്ടില്ല. ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ കൊണ്ടുണ്ട് ബാർകോഡ്. പക്ഷെ അത് കുറച്ച് നടക്കണം. അപ്പോൾ ബാക്കി സർപ്രൈസൊക്കെ തട്ടിക്കൂട്ടാനുള്ള ടൈം കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ പോവാം. എന്തായാലും ഞാൻ ഫസ്റ്റ് റൂമിൽ പോട്ടെ, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ഞാൻ സ്വാതിച്ചൊരു ഗിഫ്റ്റ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച സാധനം മാക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കറക്റ്റ് സമയത്ത് അടച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്നൊരു ഓപ്ഷൻ R&B ആണ്. അത് അടുത്ത് തന്നെയായിരുന്നുകൊണ്ട് ഞാൻ അവിടെ പോയി നോക്കി. അവിടെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ട് ബാർകോഡ്. അത് ഇവിടുന്ന് കുറച്ച് ദൂരെ നടക്കണം. അപ്പോൾ അതിനുള്ള ടൈം എനിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ ഞാൻ വേറൊരു ദിവസം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ അപ്പവും ഫിഷ് മോളിയും കേക്കൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫുഡും കേക്കും ഒക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരും കേട്ടോ സാധിച്ചോ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായിരിക്കും ഒരു റെസ്പോൺസ് എന്ന് നമുക്ക് നോക്കാം. എനിക്കറിയാം എന്തായിരിക്കും എന്ന്, എന്നാലും ലെറ്റ്സ് സീ. വരുന്നുണ്ട് ഗായ്സ്, വരുന്നുണ്ട്. June 6th. Happy anniversary. Happy anniversary to same to you. വാ സാദി കൃഷ്ണൻ. ഞാൻ ശരിക്കും മറന്നുപോയായിരുന്നു, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഓർത്ത്. എനിക്കറിയാം നീ മറക്കുമെന്ന്. അത് കുഴപ്പമില്ലടാ. എനിക്കൊരു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്ക് നോക്ക്. ഫിഷ് എങ്ങനെ? കൊള്ളാം, അടിപൊളി. ചമ്മി നിൽക്കാണ് സാദി കൃഷ്ണൻ. വാ കഴിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ കേക്ക് കഴിക്കാൻ പോവാണ്. സാദി കൃഷ്ണൻ ഇവിടെ ഞെട്ടിയിരിക്കാണ്. സ്ട്രോബെറി പേസ്ട്രി അടിപൊളിയാണല്ലോ. ആനിവേഴ്സറി കളർഫുൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അയ്യോ സോറി, ഞാൻ കേക്ക് ഒന്നങ്ങ് ആസ്വദിക്കുമായിരുന്നു. അടിപൊളിയല്ലേ? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ. സ്വാതി കൃഷ്ണൻ എന്താ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറയും. എന്ത് തോന്നുന്നു? കല്യാണം കഴിച്ചു കഴിഞ്ഞുള്ള ഫസ്റ്റ് ലവ് ആനിവേഴ്സറി, പഴയ ലവ് ആനിവേഴ്സറി ഒക്കെ ഓർക്കുന്നുണ്ടോ? This is our 7th anniversary, no? 8th. 8 വർഷമായി. 8 വർഷമായി മാൻ, 8 വർഷമായി. എന്ത് തോന്നുന്നു? കൊള്ളാം, feeling good. പണ്ട് ഞങ്ങൾ ഇതുപോലെ കുറെ ഫുഡൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആനിവേഴ്സറിക്ക് പരിപാടികളൊന്നുമില്ല, ഫുഡ് കഴിക്കുക തന്നെ അല്ലേ? ഓർക്കുന്നില്ലേ? അപ്പം ശരി, ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. ബൈ. എന്താ തോന്നുന്നു? തോന്നില്ല. താങ്കൾ എന്തെങ്കിലും പറയൂ. സൂപ്പറാണോ? അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആണ് നമുക്ക് പിന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ളൂ. അതെപ്പോഴും മാക്സിമം ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.